Hello friends, എല്ലാവർക്കും ടെക്നിക്കലി പോസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് നിങ്ങളുടെ വാട്സപ്പിൽ മെസ്സേജസ് ഒക്കെ നിങ്ങൾക്ക് എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. നിങ്ങൾ സാധാരണ നിങ്ങളുടെ വാട്സപ്പിൽ മെസ്സേജ് ഒക്കെ ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സാധാരണ ചെയ്യുന്നത് വെച്ചാൽ ബാക്കപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങൾ എക്സ്പോർട്ട് ചാറ്റൊക്കെ ക്ലിക്ക് ചെയ്യലായിരിക്കും. അങ്ങനെയൊന്നും നിങ്ങൾക്ക് ചെയ്യാതെ തന്നെ സിമ്പിളായിട്ട് നിങ്ങളുടെ ഒരു ആപ്ലിക്കേഷൻ ഒന്നും ഇല്ലാതെ നിങ്ങളുടെ മൊബൈലിൽ നിന്ന് തന്നെ സിമ്പിളായിട്ട് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത്. സോ നമുക്ക് നേരെ വീഡിയോ കേട്ടോ. അപ്പോൾ നിങ്ങളുടെ പഴയ ഫോണിലെ വാട്സപ്പ് മെസ്സേജൊക്കെ നിങ്ങൾക്ക് പുതിയ ഫോണിൽ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഒരു ഫോണിൽ ആ ഫോണിൽ റീസ്റ്റോർ ചെയ്തതിന് ശേഷം വാട്സപ്പ് മെസ്സേജ് വീണ്ടും തിരിച്ച് കിട്ടണമെന്നുണ്ടെങ്കിലും ഈ രണ്ട് കാര്യത്തിലും സെയിം പ്രോസസ്സാണ്. ഞാൻ ആദ്യം പറയുന്നത് വാട്സപ്പിലെ പഴയ ഫോണിലെ വാട്സപ്പ് മെസ്സേജൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ പുതിയ ഫോണിൽ കിട്ടണം എന്നുള്ളതാണ്. അതിനുവേണ്ടി നിങ്ങൾ ആ ഒരു പഴയ ഫോൺ എടുക്കാം. പഴയ ഫോണിൽ ഫയൽ മാനേജർ ഓപ്പൺ ആക്കാം. അതിനുശേഷം നിങ്ങൾ താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്തിട്ട് ആ വാട്സപ്പ് ഫോൾഡർ ഉണ്ടാവും. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ആ വാട്സപ്പ് ഫോൾഡർ നിങ്ങളുടെ പുതിയ ഫോണിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. നിങ്ങൾ മെമ്മറി കോപ്പി ചെയ്തിട്ട് അങ്ങനെ ഷെയർ ചെയ്യുന്നതാണെങ്കിലും അതുപോലെ തന്നെ ഞാൻ വേറെ ഫയൽസ് ബൈ ഗൂഗിൾ വഴിയോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ഷെയർ ചെയ്യാം. ഞാൻ ഇപ്പോൾ ജാപ്പി എന്നുള്ള ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് ഷെയർ ചെയ്യും. നിങ്ങൾ അങ്ങനെ ഷെയർ ചെയ്ത ശേഷം പുതിയ ഫോണിൽ ആ ഒരു വാട്സപ്പ് ഫോൾഡർ നമ്മൾ ഇൻറ്റേർണൽ സ്റ്റോറേജിലേക്ക് മാറ്റിയെടുക്കണം. നിങ്ങൾ ഇൻറ്റേർണൽ സ്റ്റോറേജ് ഓൾറെഡി ആണ് ഉള്ളതെങ്കിൽ പ്രശ്നമില്ല. ഞാനിപ്പോൾ ജാപ്പിയെ കൂടി ഷെയർ ചെയ്തുകൊണ്ട് ജാപ്പിയ ഫോൾഡറിലാണുള്ളത്. ജാപ്പിയിൽ ഫോൾഡറിൽ ഞാൻ മൂവ് ചെയ്ത് ഇൻറ്റേർണൽ സ്റ്റോറിലേക്ക്. നിങ്ങൾക്ക് ഓൾറെഡി അതിലാണെങ്കിൽ പ്രശ്നമില്ല. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻറ്റേർണൽ സ്റ്റോറിലേക്ക് മൂവ് ചെയ്യാം. അങ്ങനെ നിങ്ങൾ ഷെയർ ചെയ്തതിന് ശേഷം നിങ്ങൾ ആ പുതിയ ഫോൺ എടുക്കാം. പുതിയ ഫോണിൽ നിങ്ങൾ വാട്സപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം. വാട്സപ്പ് ഇൻസ്റ്റാൾ ചെയ്ത ശേഷം നിങ്ങൾ വാട്സപ്പ് ഓപ്പൺ ആക്കിയിട്ട് അവിടെ നമ്പർ അടിച്ചു കൊടുക്കുക. അതിനുശേഷം ഒ ടി പി അടിക്കാം. അതിനുശേഷം എലോ ചെയ്ത് കൊടുക്കുക. എലോ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അവിടെ റീസ്റ്റോർ ഒന്നും സ്കിപ്പൊന്നും കാണാം. അതിൽ നിങ്ങൾ റീസ്റ്റോർ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു വാട്സപ്പിലെ മെസ്സേജൊക്കെ നിങ്ങൾക്ക് റീസ്റ്റോർ ആയിട്ട് രണ്ട് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് അവിടെ വാട്സപ്പ് മെസ്സേജൊക്കെ കാണാൻ പറ്റും. ഇതാണ് സിമ്പിളാണ്. ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് പഴയ ഫോണിലെ മെസ്സേജൊക്കെ നിങ്ങൾക്ക് പുതിയ ഫോണിൽ കിട്ടാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു ഫോണിൽ ആ ഒരു ഫോൺ റീസ്റ്റോർ ചെയ്തതിന് ശേഷം വാട്സപ്പ് മെസ്സേജ് തിരിച്ച് കിട്ടണമെന്നുണ്ടെങ്കിലും ഈ പ്രോസസ്സ് തന്നെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ആ വാട്സപ്പ് ഫോൾഡർ എടുത്തിട്ട് നിങ്ങൾ മെമ്മറിയിലേക്ക് കോപ്പി ചെയ്യുകയോ അല്ലെങ്കിൽ വേറെ ഫോണിലേക്ക് ഷെയർ ചെയ്യുകയോ ചെയ്തതിന് ശേഷം നിങ്ങൾ വാട്സപ്പ് റീസ്റ്റോർ ചെയ്തതിന് ശേഷം വീണ്ടും ഈ ഒരു ഫോൾഡർ നിങ്ങൾ ഇങ്ങോട്ടേക്ക് തന്നെ ഷെയർ ചെയ്ത് കൊടുത്തിട്ട് വാട്സപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഈ പ്രോസസ്സ് തന്നെ ചെയ്യാം. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. നിങ്ങൾ ആ ഒരു വാട്സപ്പ് ഫോൾഡർ എടുത്തതിന് ശേഷം അവിടെ ഡാറ്റാബേസ് എന്നുള്ളൊരു ഫോൾഡർ ഉണ്ടാവും. ആ ഡാറ്റാബേസ് ഫോൾഡർ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് അവിടെ എന്തെങ്കിലും ഒന്നോ രണ്ടോ മൂന്നോ ഫയലുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ബാക്കപ്പ് ചെയ്യുക. ഈ ഒരു പ്രോസസ്സ് ചെയ്യുക. ഉണ്ടെങ്കിൽ അവിടെ ഒരു ഫയലൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല. നിങ്ങൾ വാട്സപ്പ് 2-3 കൂടെയൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞ ശേഷം ആ ഫയൽ വീണ്ടും അവിടെ വരും. അതിനുശേഷമാണ് നിങ്ങൾ ചെയ്യാവൂ. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു വാട്സപ്പിലെ ഡാറ്റാ ബേസിലേക്കാണ് നിങ്ങൾ വാട്സപ്പിലെ മെസ്സേജൊക്കെ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ആ ഫയൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രോസസ്സ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് വാട്സപ്പ് ഒന്ന് കുറച്ച് നേരം ഉപയോഗിക്കുകയോ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്താൽ നിങ്ങൾ ഈ ഒരു ഫയൽ ഇവിടെ വരികയും നിങ്ങൾക്ക് അങ്ങനെ ഈ പറഞ്ഞ പ്രോസസ്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ ആ സാധാരണ ബാക്കപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു വലിയ പ്രോസസ്സ് തന്നെയായിരിക്കും. ഒരു 500, 400, 700 MB ഒക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ഫോണിൽ എത്ര മെസ്സേജൊക്കെ ഉണ്ടോ കോൺടാക്ട്സ് ഒക്കെ ഉണ്ടോ അത്രയും അത്രയും MB ഒക്കെ ഉണ്ടാവും. അതൊക്കെ നിങ്ങൾ ബാക്കപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ ആ ഒരു MB പോവുകയും അതിന് വലിയൊരു പ്രോസസ്സ് തന്നെയുണ്ട്. ഇത് വളരെ സിമ്പിളാണ്. നിങ്ങളുടെ ഫോണിൽ ആ ഒരു ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ വാട്സപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. ഇതിലേക്കൊന്ന് ഷെയർ ചെയ്യുക. അതിനുശേഷം റീസ്റ്റോർ ചെയ്യുക. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. വീഡിയോ പരമാവധി എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ വാട്സപ്പിലൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ അപ്പുറത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.